കേട്ടോ ഈ വണ്ടിയുടെ അടുത്തൊരു അപ്ഡേഷൻ നമ്മൾ പറഞ്ഞത് പറഞ്ഞാൽ ഡിക്കി ഷോക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഡിക്കി ഷോക്കല്ല സോറി, നമ്മൾ ഫ്രണ്ടിൽ ബോണറ്റിന് ഒരു ഷോക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഡിക്കി ഷോക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഡിക്കി ഷോക്ക് നമ്മൾ പറയാറ് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം ക്ലിയർ ആക്കണം. ഇതിന് മുമ്പ് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ അയച്ച് നമ്മൾ ഈ സൈഡിലായിട്ട് ഈ വീലാർച്ച്, അതായത് ഈ ഭാഗം നമ്മൾ വീട് തട്ടണോണ്ട് നമ്മളൊന്ന് കൊണ്ട് പുറത്തേക്ക് വൈഡാക്കി ചെയ്യുമെന്ന് പറഞ്ഞില്ല. അതിൻ്റെ വീഡിയോ നമ്മൾ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ബാക്കിൽ നമുക്ക് ആ ഒരു വീലിൻ്റെ ബോക്സും കാര്യങ്ങളും പൊട്ടിയിട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ വീൽ അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും സ്പെഷ്യൽ ടൂളും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൻ്റെ സാധനം എത്തിക്കാനുള്ള ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ തരുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ സംഭവം വീഡിയോ ചെയ്ത് അതിൻ്റെ എല്ലാം കൂടെ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ നമുക്ക് അത്ര ലെങ്ത്ത് കൂടും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ ഈ മുതലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. ഇത് സ്വിഫ്റ്റിൻ്റെ കേട്ടോ. സ്വിഫ്റ്റിൻ്റെ നമുക്ക് ഈ ഒരു സാധനം നമ്മൾ പുതിയ എടുത്തിട്ടുള്ളതാണ്. ഇത് അതിൻ്റെ വണ്ടിമ്പോൾ നമ്മൾ സെക്കൻഡ് എടുത്തിട്ടുള്ളതാണ്. അത് ഈ സാധനത്തിൽ വരില്ല. വരും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് ജനുവൻ പാർട്സ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങൾ വരുള്ളൂ എന്നുള്ളത്. ഇതിൻ്റെ രണ്ട് ഭാഗം നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഈ ഒരു സംഭവം അത്യാവശ്യം ഹാർഡാണ്. ഇപ്പോൾ വൺ സൈഡ് കൊടുത്താൽ അത്യാവശ്യം ക്ലിയർ ആയി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇത് ജനുവൻ പാർട്സ് എടുത്താൽ പറഞ്ഞാൽ നമുക്ക് അതിന് ഫണ്ട് ഇത് കൂടുതലാവും. പിന്നെ പറഞ്ഞാൽ വലിയൊരു ഹാർഡുള്ള പീസും അല്ല, പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവില്ല. ഈ ഒരു ബോണ്ടിൻ്റെ സംഭവം ഉണ്ടോ, അത്യാവശ്യം വെയിറ്റ് ഇല്ലാത്ത മുതലല്ലേ, ബാക്കത്തെ പോലെയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാരണത്താലാണ് നമ്മൾ ഈ പീസ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പറഞ്ഞതൊക്കെ കസ്റ്റമർ കൊടുത്തിട്ടുള്ള കേട്ടോ. നമുക്ക് ഈ സംഭവം ഈ ഒരു സാധനം ഇതെല്ലാം കൂടെ പോയിട്ട് ബാക്കത്തെ ഈ സൈഡത്തെ പീസും കാര്യങ്ങളൊക്കെ ഓടിയിട്ടോ. പിന്നെ പറഞ്ഞാൽ ഈ മുതലിവിടെ പൊട്ടിയിരുന്നു മുമ്പേ. അപ്പോൾ നമ്മളത് ഞെട്ടിട്ട് കണ്ട് പുള്ളി ഞെട്ടി വെച്ച് വെൽഡ് ചെയ്ത് കണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ട്രെയിൽ നോക്കി ഇവിടെ ഇതൊരു ഓള് മുമ്പുണ്ടാകുന്ന ഓളാട്ടോ. ആ ഓളിൽ വെച്ചുകൊണ്ട് നമ്മളിത് ചെയ്ത് നോക്കി. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ് വെച്ചിട്ട് ഇവിടെ ഇതൊരു ബോൾട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് പറഞ്ഞാൽ ഇവിടെ ഹോളാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ കാണണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതും വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്കായിട്ട് പിടിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മെറ്റൽ അത്രയും ചെറുതല്ലേ. നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്താലും അത്ര വലിയൊരു ബലം കിട്ടിക്കോളുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഇത് വെച്ചതിന് ശേഷം നമുക്കൊരു പ്ലേറ്റ് ഉള്ളിൽ കണക്ട് ചെയ്തിട്ട് ആ പ്ലേറ്റുമ്പോൾ ഞെട്ട് വെൽഡ് ചെയ്ത് കണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കാണുമ്പോൾ സിമ്പിളാണ്. പക്ഷെ നമുക്ക് ഈ ഒരു സാധനം പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് പണിയുണ്ട്. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് പ്രസ് ചെയ്താലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ലെങ്ത്തും പിന്നെ ഇത് അമർന്ന് പോയിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ട് സെറ്റ് ആവാനുള്ള ഇതും ഭാഗം കൂടെ നമ്മൾ നോക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ പരമാവധി ഈ സൈഡിൽ ചെയ്യാൻ ബെറ്റർ ഫസ്റ്റ്. എന്നുവെച്ചാൽ ഇവിടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ബാറ്ററി കാര്യങ്ങൾ ഓവർഫ്ലോ ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്കത് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്ത് കണ്ട് പിന്നെ ഇത് പക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുമ്പോൾ നിർത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസ് കൊണ്ട് ചെയ്യാം. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ കേട്ടോ പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. ഇതാണ് ഐറ്റം. പിന്നെ ഇതിൽ നിന്ന് പറയുമ്പോൾ രണ്ട് ഹോൾ അടിച്ചു. അതുപോലെ ഇവിടെ ഒരു ഞെട്ട് നമുക്ക് വെച്ചിട്ട് വെൽഡ് ചെയ്യണം ഈ സൈഡ്. പിന്നെ ഈ ഒരു പീസ് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി ഫുൾ ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ മറ്റു പീസ് ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം വെച്ചാൽ ഇത് സക്സസ് ആവില്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റ് ക്ലിയർ ആക്കിയിട്ട് മറ്റു പീസിൽ കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രണ്ട് ഞെട്ട് വെൽഡ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഇതെങ്ങനെ ഇത് കയറ്റി വെക്കുക എന്നുള്ളത് കൂടെ ഞാനിത് പറഞ്ഞുതരാം. അപ്പോൾ കേട്ടോ നമ്മൾ ആ ഒരു പീസ് ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാഗ്നറ്റ് വെച്ചിട്ട് പിടിച്ച് നിൽക്കട്ടെ ഈ ഒരു ഭാഗം ഇങ്ങനെ. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൈയിട്ട് പിടിക്കാനൊന്നും ഒരു ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ബോൾട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ അടിക്ക് പോയാൽ തൊട്ടാണ് കേട്ടോ. കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് വെച്ചത്. കണ്ടോ ഇങ്ങനെ കയറ്റിയതിനു ശേഷം ആ ഒരു ഷീൽഡ് ഉണ്ടോ ഇതിനുള്ളിൽ കൂടെ നീങ്ങണേ കണ്ടോ. ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ റോള് നമ്മൾ മുമ്പിൽ കണ്ട റോളാവുകൊണ്ട് നമ്മൾ അതിൽ ക്ലിയർ ആക്കി വെച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് എത്രത്തോളം നമുക്ക് പൊക്കി വെക്കണം എന്നുള്ളതും കൂടെ അളവെടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഇത് ചെയ്തതിനു ശേഷം ഇവിടെ ടൈറ്റ് ആക്കുക കേട്ടോ. ഈ റോളിക്ക് കറക്റ്റാക്കിയിട്ട് പറ്റിയതും കിട്ടും കേട്ടോ. ഒരു മോൾട്ട് കയറുണ്ടോ. അപ്പോൾ മോൾക്ക് കയറ്റുമ്പോൾ ഇതുണ്ടോ അതിൽ കേട്ടോ, അതിലിട്ട് ടൈറ്റ് ആക്കുക. അപ്പോൾ ഈ സംഭവം ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വർക്ക് പറഞ്ഞാൽ വേറൊരാളെ കോപ്പിയോ കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്യുന്ന വർക്കുകളാണ്. ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ കസ്റ്റം ചെയ്ത ഒരു വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാവും ബെറ്റർ. ഏകദേശം രൂപ മറ്റുള്ളത് കാണുക, വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക, എന്നിട്ട് നമ്മളതായിട്ടുള്ള ഒരു ഐറ്റത്തിൽ ഇത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിൽ പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ഒരു ഓളടിച്ചാണ്ട് നമ്മൾ ഇട്ടിട്ട് വെൽഡ് ചെയ്യുമ്പോൾ അത് ഇവിടെ വൃത്തിയോടാവും, ഈ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഓളിൻ്റെ ആവശ്യം ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഭാഗം ചെയ്യുക. പിന്നെ ഇത് കണ്ട കമ്പനി ആ ഒരു ബോൾട്ടുമ്പോൾ തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക. പിന്നെ സൈഡിൽ ചെയ്യണവരുണ്ട്. പിന്നെ പറഞ്ഞാൽ ഈ ഒരു സംഭവം ഞാൻ സ്വിഫ്റ്റിൻ്റെ എടുത്ത് കരുതിയിട്ട് നിങ്ങൾ സ്വിഫ്റ്റിൻ്റെ എടുക്കണം എന്ന് നിർബന്ധമില്ല. വേറെ ഏതെങ്കിലും വണ്ടിയുടെ നമുക്ക് ഇതിന് ചെറുത് കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാനിത് കിട്ടിയപ്പോൾ ഇത് സെറ്റ് ചെയ്തു. അപ്പോൾ പലരും എന്താ വെച്ചാൽ ഇതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്. നമ്മൾ ഇത് ഏതിൻ്റെ ഒന്നും അവർ പറയില്ല. കാരണം വെച്ചാൽ വർക്ക് പോകുന്നുള്ള കാരണത്താൽ എന്താ അറിയില്ല. ഞാൻ കുറേ വീഡിയോസ് കണ്ടെങ്കിലും പക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ കേട്ടില്ല. അതാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന് റിപ്ലൈ കാര്യങ്ങൾ തരാമെന്നുള്ളതാണ്. പവർ സ്റ്റോക്ക് ഓഫീഷ്യൽ എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി. പിന്നെ നമ്മൾ വർക്ക് എടുക്കാത്തതിൻ്റെ ഒരു കാരണം കണ്ടോ കേട്ടോ. കഴിഞ്ഞ മഴയിൽ ഫുള്ള് വെള്ളം നമ്മളെ ഷെഡിക്കും കാര്യങ്ങൾ വന്നു. കാരണം ഇവിടെ ഈ സ്പേസ് ചെയ്യാതിന് മുമ്പ് നമ്മൾ വർക്ക് എടുക്കാനും കാര്യത്തിനാണ് ചെയ്തിട്ടുള്ളതാണ്. മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം. അപ്പോൾ നമ്മൾ മഴക്കാലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് വർക്കും കാര്യങ്ങളും അധികം ഏറ്റെടുക്കുന്നില്ല എന്നുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 3-4 വണ്ടി ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് ഗ്യാപ്പുള്ള തന്നെ ചെയ്യാന്നുള്ളതാണ്. കുറേ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ കാര്യത്തിൽ വരുന്നുണ്ട്.
പക്ഷെ നമ്മൾ എടുക്കാതെ ഇതാണ് കാരണം അവിടെ വെള്ളം വീണ ടൈമിൽ വെള്ളം കെട്ട് വന്നിട്ട് ഇവിടെ അലമ്പാവുക. നമുക്ക് ഷെഡ് ഉണ്ട് ഇതിന് മുകളിലായിട്ട്, പക്ഷേ ഷെഡിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ ബ്ലോക്കായി അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കയറ്റത്. അതും കൂടെ ഇതിൽ പറയാം. ഷെഡ് പറഞ്ഞാൽ ഒരു 2 വണ്ടിയൊക്കെ ഇട്ട് വർക്ക് എടുക്കുന്ന ഒരു ഗ്യാപ്പിലുള്ള ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ അടുത്ത് നമുക്ക് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷെഡും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ. ഇത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ഒരു 3-4 വർക്ക് നമുക്ക് പെൻഡിങ്ങിലുണ്ട്, ഗിയർ ബോക്സിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതവിടെ ഞാൻ കാണിച്ചെടുത്ത് പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇനി നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അമർത്തി നോക്കാം എത്രത്തോളം പക്കയാണെന്നുള്ളത് കേട്ടോ. മനസ്സിൽ നമ്മൾ സെറ്റ് ചെയ്തു. വണ്ടി ഇവിടെ തിരിച്ചിട്ടു കേട്ടോ. അവിടെ ഡാർക്ക് ആയിന്, അത്യാവശ്യം ലേറ്റ് ആയി. ടൈം 4 മണി ആ റേഞ്ചൊക്കെ ആയി. പിന്നെ ഇവിടെ ഈ സൈഡ് വരുമ്പോൾ കുറച്ച് പൊന്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ചെറിയൊരു ഫാൾട്ടുണ്ട്, നമുക്ക് ക്ലിയർ ആക്കാം. പക്ഷേ അത് കണ്ടോ സംഭവം വൺ സൈഡ് തന്നെ അത്യാവശ്യം നല്ലൊരു ദമ്മിന് പോരുന്നുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഇത് ഈ ഒരു സൈഡ് ഒറ്റയ്ക്ക് വെക്കുന്ന ടൈമിൽ പറഞ്ഞാൽ നമുക്ക് ഇവിടെ താഴ്ന്ന് നിൽക്കണ പോലെ തോന്നുന്നില്ല. കാരണം ഇത് അത്യാവശ്യം ടോർക്കുള്ളതല്ല, അങ്ങനെ പൊന്തി പക്കായിട്ട് പിടിച്ചിരിക്കണല്ല. അപ്പോൾ ഈ ഒരു ബോണ്ടിൻ്റെ ചെരുവുള്ള പോലെ ഉണ്ട്. പിന്നെ അതുമല്ല വേറെ സീൻ എന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ വെച്ചാൽ ഇവിടെ വെച്ച് നമ്മൾ പ്രസ് ചെയ്യുന്ന ടൈമിൽ ഇത് മുതൽ ഇവിടെ ബെൻഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൽ 2 സൈഡ് സെറ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതുണ്ടോ ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ നമ്മൾ ബോൾട്ട് ചെയ്തു കേട്ടോ പക്കായിട്ട്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഹോളിനെ മാറ്റം വരുത്തിട്ടോ, ഹോളിനെ പുറത്ത് കിട്ടും. കാരണം വെച്ചാൽ ഇത് പ്രസ് ചെയ്യുന്ന ടൈമിൽ ചെറിയ രീതിയിൽ ഇവിടെ തട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോളിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മുതൽ തട്ടുണ്ട്. ഇത് അതിനെന്തെങ്കിലും സൊല്യൂഷൻ കാണണം. അത് നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യാം. ഇത് ഈ സൈഡിലേക്ക് ബെൻഡാക്കുക, കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് ബെൻഡാക്കുക ചെയ്യുക എന്നുള്ള കരുതുന്നു. പിന്നെ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഭാഗം കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് അടുത്ത പണി കേട്ടോ. അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സൈഡ് അധികം കണ്ടിട്ട് പറഞ്ഞാൽ ഈ ഒരു സൈഡ് ഇങ്ങനെ ഒരു കുത്തുവരുത്ത പോലെയാണ് കണ്ടിട്ടുള്ളത്. ഇത് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അങ്ങോട്ട് വൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോസോ കാര്യങ്ങളോ പിന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ വെക്കുന്ന ടൈമിൽ ബോറായിട്ടൊക്കെ തോന്നിയില്ല. അത് ഞാൻ അങ്ങോട്ട് വൈഡാക്കി വെച്ചിട്ടുള്ളത്. അങ്ങോട്ട് വൈഡാക്കി വെക്കുമ്പോൾ പറഞ്ഞാൽ ഇത് പ്രസ് ചെയ്യുന്ന ടൈമിൽ കണ്ടോ വരുന്നുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പക്കായിട്ടാണ് ടച്ച് ചെയ്യാതെ വരുന്നുണ്ട്. അതായത് മുമ്പ് നിന്നിരുന്ന ആ ലെഗ് ഉണ്ടല്ലോ അതിനൊപ്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗം ഇവിടെ തട്ടുണ്ട്, അത് നമുക്ക് ഇത് ശരിയാക്കി എടുക്കണം. പിന്നെ ഇവിടെ കൊണ്ട് സ്റ്റഡി ആക്കിയിട്ട് ടൈറ്റ് ആക്കണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. ഇനി ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കേട്ടോ അടുത്ത ദിവസം രാവിലെ ഇന്നലെ വൈകിട്ട് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് പൊക്കിയിട്ട് കാണിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല പവറിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം കൂടെ ഇതിൽ ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. സാറേ അത് വലിച്ച് കാണിച്ചു തരാമെങ്കിൽ ഇത് വലിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ദമ്മിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ ആ ചേട്ടൻ കണ്ടോ പുഷ് ചെയ്ത് നിൽക്കുമ്പോൾ അത്യാവശ്യം ദമ്മിൽ കിട്ടുന്നുണ്ട്. ഈ കണ്ടോ പൊക്കുന്ന ടൈമിൽ ഏകദേശം കുറച്ച് പൊക്കി എടുക്കണം. നല്ല സ്ട്രോങ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ വെച്ചെടുക്കണം ഇവിടെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ലിഫ്റ്റർ നമുക്ക് ഏതൊരു വണ്ടിയുടെ മാറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് കയറ്റുവാൻ ബെറ്റർ. അത്ര മതിയാവും കേട്ടോ. ഇതിന് ഇത്ര വലിയൊരു ടോക്കിൻ്റെ ആവശ്യമില്ല. ഞാൻ അവരോട് പറഞ്ഞത് പൊളിയിൽ നിന്ന് എടുക്കാമെന്ന്. പക്ഷേ പൊളിയിൽ നിന്ന് എടുത്തത് പറഞ്ഞാൽ പറ്റലമ്പായി എന്നവർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സീനാണ് ഇതുണ്ടോ. കുഴപ്പമില്ല, ഒന്ന് അമർത്തിയിട്ട് ഇങ്ങനെ പിടിക്കണം എന്നുള്ളതാണ്. അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടോ ഇതിൽ ഇവിടെ പറ്റിയെങ്കിൽ വേറെ സ്പീഡ് സ്ക്രൂ കയറ്റണമെന്ന് കരുതുന്നുണ്ട് ഞാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇതിനൊക്കെ ഷെയ്ക്കുണ്ട്. ഇതൊക്കെ പഴയ മുതലല്ലേ ഈ സംഭവം. ലൈവ് ഞാൻ മാറ്റി കൊടുക്കണം. കാരണം ഇതിൻ്റെ ഈ ഒരു ഇഞ്ചസിൻ്റെ ഉൾഭാഗം ഷെയ്ക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായി കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. ഇതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഉണ്ടോ നമുക്ക് കേട്ടോ ഈ ലുക്കാണ് വരും കേട്ടോ. നമുക്കൊരു അലമ്പോ കാര്യങ്ങളില്ല. ഇത് പക്കായിട്ട് ഈ സൈഡിൽ തന്നെ ഇത് പോയി ഇതാകും. ഇവിടെ ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് ടച്ച് ആവില്ല കേട്ടോ. ഇവിടെ ഒരു ഭാഗങ്ങൾ വരാത്ത ടച്ച് ആവില്ല. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വൈഡാക്കി വെച്ചിട്ടില്ല. എന്താ വെച്ചാൽ നമുക്കിവിടെ ഇനി ഭാവിയിൽ ഇനി പതുവെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സാധനം പിന്നെ കുറ്റി വെക്കണ ആ ഓപ്ഷൻ ഒഴിവാക്കേണ്ടതെന്ന് എഴുതിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ചെയ്തിട്ടുള്ള ലുക്ക്. പിന്നെ വേറെ സംഭവം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞാൽ ഞാൻ പരമാവധി ഒന്ന് പൊക്കി കൊടുത്തിട്ടുണ്ട്. പൊക്കി കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീമിനാണെങ്കിൽ ഇത് ബെസ്റ്റ് പക്ക സംഭവം എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളും സെറ്റായിട്ട് നിൽക്കും കേട്ടോ. മറ്റേത് ആദ്യം നിന്ന് ഇത് പറഞ്ഞാൽ എനിക്ക് ഇതിന് മുമ്പത്തെ വീഡിയോസിൽ കണ്ടറിയാം. അതായത് ഈ ലെവലിലേക്കാണ് ഇതിൻ്റെ ബോട്ടും കാര്യങ്ങളും നിന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ആർച്ചിൻ്റെ വീഡിയോസ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോങ് ആവണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ പറഞ്ഞ പോലെ. അതുപോലെ നമ്മൾ വീഡിയോ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ
ഈ ഭാഗം നമ്മൾ ചെയ്ത് തരണാൽ മറ്റുള്ള വീഡിയോസും കാര്യങ്ങളും നോക്കിയിട്ടല്ല നമ്മളൊരു ഐഡിയക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആര് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഐഡിയക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. മറ്റേ കോപ്പി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ടീം വെച്ച് നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ തന്നെ വരുള്ളൂ. അൾട്രേഷൻ എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിനൊരു പക്കായിട്ടുള്ള മികവും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളതാണ്. സ്റ്റെയറിംഗ് ബോക്സിന് നമ്മൾ GPay ഒക്കെ ചെയ്യുമ്പോണ്ടോ ഓരോ ടീം ചെയ്താണ് എല്ലാവരും ചെയ്യുക. നമുക്കൊരു മാറ്റം വരുത്തിയാൽ പിന്നീട് നമുക്ക് റേറ്റ് കമ്മിയായിട്ടും കുറേ ആൾക്കാർ 3-4 ആൾക്കാർ എന്നല്ല അതിൽ കൂടുതൽ ആൾക്കാർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭാഗം നമ്മൾ റേറ്റ് കമ്മിയായിട്ടും മറ്റുള്ള കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് പരമാവധി എല്ലാവരും അവരുടേതായിട്ടൊരു രീതിയിൽ ചെയ്യാൻ നല്ലതെന്നുള്ളതാണ്. ഇപ്പോൾ വീഡിയോസ് കാണുക, പക്ഷെ അതേ സെയിം ചെയ്യേണ്ട, നിങ്ങളതായിട്ടൊരു രീതിയിൽ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ എടുത്തത് പറഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ഡിക്കി ഷോക്കാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുന്ന ടൈമിൽ എനിക്ക് അതിൽ ഷോർട്ടായിട്ടുള്ള ഏതാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വണ്ടി നമുക്ക് മൈൻഡിൽ വരില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയ ടൈമിൽ ഇതുണ്ടോ ഈ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ സ്വിഫ്റ്റിൽ കണ്ടപ്പോൾ അതിൻ്റെ ലെവലിലേക്ക് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൽ മാറ്റം. പിന്നെ ഞാൻ കണ്ടോ ഈ ഒരു ജീപ്പിൽ നമ്മൾ സ്റ്റീരിംഗ് ബോക്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുക. അതായത് ബെൻസിൻ്റെ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ ചില ടീമുണ്ട്, അതുപോലെ ബോലോറിൻ്റെ ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ടീമുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. മഴ പെയ്തു. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.